ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാർജയിൽ നിന്നുള്ള ഞങ്ങളുടെ യാത്ര കോർഫക്കാനിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയോ മനോഹരമായിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ പുറമേ കാണുന്നത്. നല്ല മലകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഉയരം കൂടിയ മലകൾ. നമ്മുടെ നാട് പോലെയല്ല, ഇവിടെ മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ നമുക്ക് മരങ്ങളൊന്നും കാണുവാനായിട്ട് കഴിയത്തില്ല, പക്ഷേ അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഞങ്ങളുടെ യാത്ര അങ്ങനെ മുൻപോട്ടേക്ക് നീങ്ങുകയാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ കാണാൻ കഴിയുമെങ്കിലും പൊതുവേ ഇവിടെ മറ്റുള്ള സസ്യങ്ങളൊന്നും കാണുവാനായിട്ട് കഴിയത്തില്ല. ഞങ്ങളുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ റോഡിൻ്റെ നിർമ്മാണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ മലയുടെ മുകളിൽ കൂടെ റോഡ് പണിതേനെ. എന്നാൽ ഇവർ ഈ മല അരിഞ്ഞ് അത് എത്രയോ വൃത്തിയോടുകൂടി അത് അരിഞ്ഞ് ആ റോഡ് വളരെ നിരപ്പായിട്ട് അതിലൂടെ യാത്ര ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. എത്രയോ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എത്ര കുന്നും മലയും കയറി ഇറങ്ങിയേനെ. ഇവിടുത്തെ റോഡിനെല്ലാം സമാനമായിട്ടുള്ള ആ ഒരു നിരപ്പാണ്. ഇപ്പോൾ ജസ്റ്റിൻ പറയുന്നത് മുൻപിൽ വളരെ വലിയൊരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിന് കാരണം ഫ്രണ്ടിലൊരു ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വന്നതിൻ്റെ ചെറിയ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ആദ്യം വളരെ സന്തോഷിച്ചിരുന്ന ബെഞ്ചമിൻ ചേട്ടൻ ഇപ്പോൾ കുറച്ച് ദുഃഖിതനായിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുവാൻ തന്നെ തീരുമാനിച്ചു. ബ്ലോക്കിനെല്ലാം കടന്ന് ഞങ്ങൾ വാദി ഷീസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മനോഹരമായിരിക്കുന്ന കടകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ധാരാളം ബലൂണുകളും ഫ്രൂട്ട്സും കഴിക്കാനുള്ള സ്നാക്സൊക്കെ വിൽക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിന് കാണുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് അന്നേരം തോന്നിയത്. എത്രയോ വൃത്തിയായിട്ടാണ് ഇവരിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു പേപ്പർ കഷ്ണം പോലും നിലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. അതുപോലെ വൃത്തിയിലാണ് ഇവർ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എത്രയോ മനോഹരമാണ് ഇവിടുത്തെ തെരുവോര കടകൾ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. വാദി ഷീസ് സ്ഥിതി ചെയ്യുന്നത് ഷാർജയിൽ ആണ്. ഷാർജയുടെ ബോർഡറാണിത്. ഇതിനപ്പുറം ഒമാനാണ്. ഒമാനിലേക്ക് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഈ മലകൾക്കപ്പുറം ഒമാനാണ്. ധാരാളം ഈത്തപ്പനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.